എവർക്കും സ്നേഹ നമസ്കാരം. ട്രാവൽ വിത്ത് സുനുവിന്റെ സത്യം തേടിയുള്ള യാത്രകളിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഇപ്പോൾ വിഷു ആണെന്ന് നമുക്ക് വിഷു വന്നു. നമ്മുടെ വിഷുവിന് മലയാളികൾക്ക് വിഷു ആയിട്ട് അവരുടെ ജീവിതം അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ഭാഗ്യ നിർഭാഗ്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ അപ്പ് ആൻഡ് ഡൗൺസും ഒക്കെ നമുക്ക് ഒരു പരിധിവരെ ഈ വിഷുവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു സത്യസന്ധമായ വസ്തുത തന്നെയാണ്. അതിനെ ഫോളോ അപ്പ് ചെയ്തു പോകുന്ന ആളുകളാണ് ധാരാളം മലയാളികൾ, മിക്കവാറും ആളുകളൊക്കെ. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. ഈ വിഷു അല്ലെങ്കിൽ ഈ ക്രിസ്മസ്, ഈസ്റ്റർ, റംസാൻ, എല്ലാ വിശേഷ ദിവസങ്ങളും നമ്മുടെ മിക്കവാറുമുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാറുമായിട്ട്, നമ്മുടെ നക്ഷത്രങ്ങളുമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ സൗരയൂഥവുമായിട്ട് ബന്ധപ്പെട്ട സംഗതികളാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം, അത് ഏത് വിശ്വാസ പ്രമാണങ്ങളിലുള്ള ആളുകളാണെങ്കിലും നമുക്ക് നന്നായിട്ട് അറിയാം നമ്മുടെ ജീവിതം നക്ഷത്രങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഇതുമായിട്ടൊക്കെ കണക്ട് ആണ്. അതൊരു ശാസ്ത്രമാണ്. അപ്പോൾ ഈ അതുമായിട്ട് ബന്ധപ്പെട്ട് ശാസ്ത്രം എപ്പോഴും എന്താണ്? ശാസ്ത്രം എപ്പോഴും സത്യമാണ്. അതിന് ഒരിക്കലും തെറ്റുവരാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും ആ രണ്ട് മോഡ്, ഈശ്വര വിശ്വാസിയാണെങ്കിലും നിരീശ്വര വിശ്വാസിയാണെന്നുണ്ടെങ്കിലും ഈ ശാസ്ത്രത്തെ ആർക്കും തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതിനകത്ത് തീർച്ചയായിട്ടും ചില ഫാക്റ്റുകളുണ്ട്. അപ്പോൾ നമ്മൾ ഈ ശാസ്ത്രവും സൗരയൂഥവും ഇത്തരത്തിലുള്ള വിശ്വാസം മാത്രം വെച്ചാൽ നമ്മുടെ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയി സക്സസ്ഫുൾ ആക്കാനായിട്ട് സാധിക്കുമോ? ഇല്ല. തീർച്ചയായിട്ടും ഈ വിഷുവിന് ഞാൻ നിങ്ങൾക്കൊരു ചലഞ്ച് തരികയാണ്. നമ്മൾ ചില കാര്യങ്ങൾ 4 കാര്യങ്ങൾ ബേസിക്കായിട്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയം വരിക്കാനായിട്ട് സാധിക്കും. വിജയം വരിക്കുക എന്നത് മാത്രമല്ല ഒരാളുടെ ജീവിതത്തിലുള്ള സംഗതി, അത് നമ്മൾ സമാധാനത്തോടുകൂടി ജീവിക്കുക എന്നുള്ളത്. നമ്മുടെ പീസ് ഓഫ് മൈൻഡ് നമുക്ക് വളരെ വലിയ കാര്യമാണ്. നമുക്ക് ലോകം മുഴുവൻ നമുക്ക് വെട്ടിപ്പിടിക്കാൻ നമുക്ക് സാധിച്ചാലും നമുക്ക് സമാധാനമില്ല, നമുക്ക് ആശ്വാസത്തോടു കൂടിയിട്ട് സമാധാനത്തോടു കൂടിയിട്ട് സംതൃപ്തിയോടുകൂടി നമുക്ക് ഉറങ്ങാൻ സാധിച്ചില്ല എങ്കിൽ നമുക്ക് എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയെടുത്തിട്ട് നമുക്ക് യാതൊരുവിധ കാര്യങ്ങളുമില്ല. പിന്നെ ആൾക്കാർ എന്താണ് കൊതിക്കുക? ആൾക്കാർക്ക് പണം വേണം, സമാധാനം വേണം, പിന്നെ എന്താണ് വേണ്ടത്? സ്നേഹം വേണം. നമ്മളുടെ കൺസിഡറേഷൻ, നമ്മളെ ഒരാൾ സ്നേഹിക്കുന്നു, നമ്മളെ ഒരാൾ പരിഗണിക്കുന്നു, നമ്മളെ ഒരാൾ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ കരുമ്പോഴാണ് നമുക്ക് ജീവിക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകുന്നത്. അത് അച്ഛനായിക്കോട്ടെ, മക്കളായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, ഭർത്താവായിക്കോട്ടെ, ജീവിതത്തിൽ ഏത് തലത്തിലുള്ള ആളുകളാണെങ്കിലും അവർക്കൊക്കെ വേണ്ട സംഗതിയാണ് സ്നേഹം. സ്നേഹത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പരിഗണനയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെ ഒരാളുടെ എന്താ പറയുക കാംക്ഷിക്കാനായിട്ട് നമ്മളെ ഒരാൾ ഇഷ്ടപ്പെടുന്നവനായിട്ട് നമ്മൾ എന്തും ചെയ്യാനായിട്ട് തയ്യാറാകും. അതിന്റെ ബേസിസിലാണ് നമ്മുടെ ജീവിതം തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നത്. പലരുടെ സ്നേഹം പിടിച്ചു വാങ്ങാനായിട്ട് അല്ലെങ്കിൽ അവരുടെ പരിഗണന പിടിച്ചു വാങ്ങാനായിട്ട്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇതെല്ലാം പരസ്പര പൂരകങ്ങളാണ്. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഒന്നാമതെത്തും, ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒന്നാമതെത്തുമ്പോൾ നമ്മൾ എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? നമ്മുടെ ജീവിതം വിജയിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രവണത നമ്മൾക്ക് ഉണ്ടാകും. അപ്പോൾ ഈ വിഷുവിന് ഈ പറയുന്ന 3-4 കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഫോളോ അപ്പ് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും അടുത്ത വിഷുവിന് ഞാൻ ചലഞ്ച് ചെയ്ത് പറയുകയാണ്. നിങ്ങൾ പറയും തീർച്ചയായിട്ടും നമുക്ക് വിജയമുണ്ടായി, നമ്മുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടായി എന്നുള്ള കാര്യം. നമ്മളെല്ലാവരും ലോട്ടറി ടിക്കറ്റ്, മിക്കവാറും ആളുകൾ ലോട്ടറി ടിക്കറ്റ് എടുക്കാറുണ്ട് അല്ലേ? ലക്ഷക്കണക്കിന് ലോട്ടറി ടിക്കറ്റുകളാണ് നമ്മൾ ഗവൺമെന്റ് അടിക്കുന്നത്. അതിനകത്ത് ഒരു ഫസ്റ്റ് പ്രൈസ് ആണുള്ളത്, ബാക്കിയൊക്കെ പ്രോത്സാഹന കോൺസലേഷൻ പ്രൈസസ് ആണ് ബാക്കി എല്ലാം ഉള്ളത്. അപ്പോൾ ഒരാൾക്ക് മാത്രമാണ് 1ാം സമ്മാനം അടിക്കുക, ബാക്കി എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനം ലഭിക്കാറുണ്ടോ? ഇല്ല. പ്രോത്സാഹന സമ്മാനം ലഭിക്കുന്ന വളരെ പരിമിതമായ മറ്റു ചിലർക്കാണ് പ്രോത്സാഹന സമ്മാനം ലഭിക്കുന്നത്. 1ാം സമ്മാനം ലഭിച്ചത് അല്ലെങ്കിൽ 2ാം സമ്മാനം ലഭിച്ചത് 3ാം സമ്മാനം ലഭിച്ചത് നമുക്ക് ഭാഗ്യം കൊണ്ടാണ് എന്ന് പറയാം. പക്ഷെ കോൺസലേഷൻ പ്രൈസസ് ആയിട്ടുള്ള ഈ പ്രോത്സാഹന സമ്മാനം നമുക്ക് ലഭിക്കുന്നത് ഭാഗ്യം കൊണ്ടല്ല, അത് ആ ടിക്കറ്റ് എടുക്കുന്നവരുടെ മനോധർമ്മം അനുസരിച്ചിട്ടാണ്. അതായത് ഈ ടിക്കറ്റ് എടുക്കുന്നവർക്കറിയാം ഏത് നമ്പർ എടുത്താലാണ്, ഏത് സീരീസ് ഞാൻ എടുത്താലാണ് ആ ലോട്ട് നമുക്ക് വീഴുക, അപ്പോൾ എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ള അവർക്കൊരു ധാരണയുണ്ട്, ഒരു മുൻവിധിയുണ്ട്. ആ ബുദ്ധിപൂർവമായ നീക്കമാണ് അവരെ ആ വിജയത്തിലേക്ക് അല്ലെങ്കിൽ ആ പ്രോത്സാഹന സമ്മാനത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിങ്ങനെ ഈ പച്ചക്കറികളൊക്കെ നമ്മൾ വിത്തുകൾ പാകാറുണ്ട്. വിത്തുകൾ പാകുമ്പോഴേക്കും എല്ലാ വിത്തുകളും നമ്മൾ മുളയ്ക്കാറുണ്ടോ? എല്ലാ വിത്തുകളും നമുക്ക് ഫലം തരാറുണ്ടോ? ഇല്ല. എങ്ങനെയുള്ള വിത്തുകളാണ് നമുക്ക് മുളച്ച് ഫലം തരുന്നത്? അതിന് വെള്ളം, വളം, സൂര്യപ്രകാശം ഇതെല്ലാം വേണം. ഈ വെള്ളവും വളവും സൂര്യപ്രകാശവും മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നല്ല കായ്ഫലം ഉണ്ടാകുമോ? ഇല്ല. അതിന് കായ്ഫലം നന്നായിട്ട് ഉണ്ടാകണമെങ്കിൽ അതിന് മികച്ച പരിചരണം കൂടി ആവശ്യമാണ്. പരിചരണം എങ്ങനെയാണ്? ഈ കീടങ്ങളൊക്കെ വന്നിട്ട് ഈ വെള്ളവും സൂര്യപ്രകാശവും ഒക്കെ കൂടി നന്നായിട്ട് പടർന്ന് പന്തലിച്ച് വരുമ്പോഴേക്കും ഏതെങ്കിലും കീടങ്ങൾ വന്നിട്ട് അത് നശിപ്പിച്ച് കളഞ്ഞാൽ പോയി, അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഈ തരത്തിലുള്ള ഒരു ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ അത് പോകും. അതിനുള്ള പ്രൊട്ടക്ഷൻ പരിചരണം നമ്മൾ കൊടുത്താൽ മാത്രമേ അത് കയറി പോകുകയുള്ളൂ. പക്ഷേങ്കിൽ അത് സാധാരണ കേസിലാണ്. പക്ഷെ ചില കേസിൽ അങ്ങനെയല്ല. ഈ വെള്ളവും വളവും പരിചരണവും ഒന്നുമില്ലാതെ തന്നെ ചില വിത്തുകൾ കിടന്നിട്ട്
അതിങ്ങനെ പോയി ഫോർ എക്സാമ്പിൾ ഒരു മത്തയുടെയോ അല്ലെങ്കിൽ ഒരു പാവലിൻ്റെ കുരുവൊക്കെ നിലത്ത് വീണ് കഴിഞ്ഞാൽ അത് ചില കുരു ഇങ്ങനെ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും പടർന്ന് കയറിയിട്ട് അത് മുകളിലേക്കൊന്ന് എത്തപ്പെട്ട് പടർന്ന് പന്തലിച്ച് കഴിഞ്ഞാൽ എന്താണ് പറ്റുക? അത് നന്നായിട്ട് തന്നെ ഇത് തരും. അത് കാരണം അതിന് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഒരു റെസിസ്റ്റിംഗ് പവർ ഉണ്ട് ഈ മണ്ണിൽ കിടന്നിട്ട് ഇങ്ങനെ കയറി വരാനുള്ളത്. അപ്പോൾ അത് അവിടെ എന്താണ് നമുക്ക് വേണ്ടത്? അവിടെ നമുക്ക് വേണ്ടത് പരിശ്രമമാണ് വേണ്ടത്, ആത്മവിശ്വാസമാണ് വേണ്ടത്. ഈ പരിശ്രമവും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ നമുക്ക് മുകളിലേക്ക് നമുക്ക് കയറി വരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ചില ഫണ്ടമെന്റൽ ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടത്. നമുക്ക് ഭാഗ്യം മാത്രം, നമ്മൾ പറയുകയാണ് വിഷുവാണ്, നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകണം, നമ്മൾ ഇന്ന പോലെയുള്ള പൂജാവിധികൾ കഴിക്കണം, രാഹുവിൻ്റെയും കേതുവിൻ്റെയും മാറ്റമാണ്, ഇതൊക്കെ ഒരു പരിധിവരെ ഇതെല്ലാം ശരിയായ കാര്യങ്ങളായിരിക്കാം. പക്ഷേ അതുകൊണ്ട് മാത്രം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഫണ്ടമെന്റലായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല. ചെറിയൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. നമ്മളിപ്പോൾ എന്നെ ശ്രമിക്കുന്ന ആളുകൾ, നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ ആളുകളും മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന ആളുകളാണ്, ശരിയല്ലേ? അപ്പോൾ ഭാര്യയ്ക്ക് മൊബൈലുണ്ട്, ഭർത്താവിന് മൊബൈലുണ്ട്, അമ്മയ്ക്കുണ്ട് മൊബൈൽ, അച്ഛനുണ്ട് മൊബൈൽ, കുട്ടികൾക്കുണ്ട് മൊബൈൽ. എത്ര പേര് അവരുടെ മൊബൈലിനകത്തുള്ള പാസ്വേഡ് ഒന്ന് മാറ്റി മറ്റുള്ളവരെ ഓപ്പണായിട്ട് മൊബൈൽ ഒന്ന് കാണിക്കാനായിട്ട് ഇതാ എൻ്റെ മൊബൈൽ നിങ്ങൾ ഫ്രീ ആയിട്ട് കണ്ടുകൊള്ളൂ എന്ന് എത്ര പേര് തയ്യാറാകും? കാരണം പല ആളുകളും മൊബൈലിൽ കാണുന്നത് രഹസ്യമായിട്ട് പല സംഗതികളുമാണ് നമ്മൾ കാണുന്നത്. അതിനകത്ത് മറ്റുള്ളവർക്ക് കാണാൻ അല്ലെ മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ മോശമായിട്ട് കരുതുന്ന പല സംഗതികളും ഉണ്ടായിരിക്കാം. ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ അടുത്ത് തൻ്റെ മൊബൈൽ ഭർത്താവ് എടുത്ത് ഓപ്പണായിട്ട് എടുത്താൽ ചോദിക്കും, എന്തിനാണ് നിങ്ങളെ എൻ്റെ മൊബൈൽ എടുത്ത് പരിശോധിക്കുന്നത് എന്ന്. അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മൊബൈൽ ഭാര്യ എടുത്ത് ചോദിക്കും, നീ ആരോട് ചോദിച്ചാണ് എൻ്റെ മൊബൈൽ എടുത്ത് എൻ്റെ മൊബൈൽ ഓപ്പൺ ആക്കി സകലതും നോക്കുന്നതെന്ന്. കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ അവരെ ഒളിച്ചും പാത്തുമാണ്, മാതാപിതാക്കളെ കാണാതെ ഒളിച്ചും പാത്തും നിന്നിട്ടാണ് പല സംഗതികളും നോക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ്? അവിടെ മറവ് വന്നിരിക്കുകയാണ്. അവിടെ ഒരു ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞ സംഗതി അവിടെ ഇല്ല. കാരണം എല്ലാവരും ഒളിച്ചും എല്ലാവരും പാത്തും എല്ലാവരും അത്തരത്തിലുള്ള ഹിഡനായിട്ടുള്ള പല പല കാര്യങ്ങളും ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ആളുകളാണ്. ഞാനിത് ബേസിക്കായിട്ട് ചില കാര്യങ്ങൾ ഞാൻ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ് ജീവിതത്തിൽ? ഈ പരിചരണം എന്ന് പറഞ്ഞ സംഗതി, നമ്മളെ ആരെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്ത് പരിചരിച്ച് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ നന്നായിട്ട് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കയറി പോകാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ നമുക്ക് വേണ്ടത് പരിശ്രമമാണ്, ഹാർഡ് വർക്ക്. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താലും നമുക്ക് ജീവിതത്തിലേക്ക് നമുക്ക് ഉയർന്നു പോകാനായിട്ട് നമുക്ക് സാധിക്കും. ട്രാൻസ്പെറൻസി, സുതാര്യത. നമ്മൾ വീട്ടിലുള്ള കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ വീട്ടിൽ നമ്മൾ ഹൈഡപ്പ് ചെയ്തിട്ട് അല്ലെന്നുണ്ടെങ്കിൽ എല്ലാം മറച്ചു വെച്ചിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് സക്സസ്ഫുൾ ആകാനായിട്ട് സാധിക്കത്തില്ല. നമുക്ക് ട്രാൻസ്പെറൻസി ഉണ്ടായിരിക്കണം, അല്ല സുതാര്യതയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം. പിന്നെ വേണ്ടത് നമുക്ക് എന്താ വെച്ചാൽ ക്ഷമ എന്ന് പറഞ്ഞ സംഗതിയാണ്. ക്ഷമ എന്താണ്? ഫൊർഗീവ്നെസ്. നമുക്ക് മറ്റുള്ളവരോട് നമ്മൾ അല്പമൊക്കെ ക്ഷമിക്കാൻ തയ്യാറായാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനൊക്കെ സാധിക്കത്തുള്ളൂ. നന്നായിട്ട് നമുക്ക് വിജയിച്ച് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇതൊക്കെ ജീവിതത്തിലെ ഫണ്ടമെന്റലായിട്ട് വേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഇതൊക്കെ മാത്രമായാൽ നമുക്ക് ജീവിതത്തിൽ വിജയിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ? അല്ല. ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് വേണ്ട ഒരു സംഗതി എന്താ വെച്ചാൽ നമ്മളെല്ലാവരും ഫാമിലി ഓറിയന്റഡ് ആണ്, ഫാമിലിയിൽ ജീവിക്കുന്ന ആളുകളാണ്. അപ്പം നമ്മുടെ ബേസ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ ആയിക്കോട്ടെ ലോകത്തിന്റെ ആയിക്കോട്ടെ എവിടെ നോക്കിയാലും ഒരു ബേസ് എന്ന് പറഞ്ഞാൽ ഫാമിലിയാണ്, അതായത് കുടുംബമാണ്. ഈ കുടുംബത്തിൽ നിന്നാണ് മറ്റെല്ലാ സംഗതികളും ഡെവലപ്പ് ചെയ്ത് വരുന്നത്. നമ്മൾ വീട്ടിൽ താമസിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് അയ്യോ എനിക്ക് വീടില്ലല്ലോ, അപ്പം ഞാൻ വീടില്ലാത്ത ആളാകുമ്പോൾ അവർ വിജയിച്ചു പോകത്തില്ലേ, പിന്നെ നമുക്ക് വിജയം സംഭവ്യമല്ലേ എന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. അതിനെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പേരൻസിനെ, നമ്മുടെ മാതാപിതാക്കളില്ലാത്ത ആളുകളാണ് നമ്മുടെ ഗാർഡിയനെ, നമ്മളെ ഗൈഡ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ സ്നേഹിക്കുക. അവരോട് മനസ്സ് തുറന്ന് പെരുമാറാൻ തയ്യാറായിട്ടിരിക്കുന്ന ആൾക്കാരായിരിക്കുക. അവരോട് നമ്മൾ ഹൈഡ് ചെയ്യാതിരിക്കുക ഒന്നും തന്നെ. അച്ഛനും നമ്മുടെ മക്കളുണ്ട്, രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് അച്ഛനും അമ്മയും ഒന്ന് ജസ്റ്റ് ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് അമ്മേ ഓക്കെ ഒന്ന് ഉമ്മ കൊടുത്തിട്ട് ഐ ലവ് യു അമ്മ എന്ന് പറഞ്ഞാൽ ആ അമ്മയുടെ മനസ്സ് നിറയുകയാണ്, അല്ല അച്ഛൻ്റെ മനസ്സ് നിറയുകയാണ്. നമ്മൾ അമ്മയെ ഒന്ന് പുണർന്നിട്ട് അമ്മയോട് ഐ ലവ് യു എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സ് നിറയുകയും നമ്മുടെ മനസ്സിൽ നന്മ വന്ന് നിറയുകയുമാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരാൾ മക്കൾ ജോലിക്ക് പോകുന്ന സമയത്ത് പ്രായമായ ആളാണ്, മകനാണ്, 10, 25 അല്ലെങ്കിൽ 30 വയസ്സുണ്ട്, അവിടെ പ്രായമായ മാതാപിതാക്കളുണ്ടെങ്കിൽ അവരെ കെയർ ചെയ്യാതെ, അവരെ നോക്കാതെ, അവരെ അവഗണിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ അമ്മയോടൊന്ന് പറയും, അമ്മയെ ഞാൻ പോയിട്ട് വരട്ടെ അമ്മയെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കായിട്ട് ആ അമ്മയുടെ മനസ്സ് നിർവൃതി കൊണ്ടും സ്നേഹം കൊണ്ടും നിറയും. അതുപോലെ തന്നെ ആസ്വലം നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് അതിൻ്റെ ഒരു വേവ് ലെങ്ത്, അതായത് നമ്മൾ ഈ ടെലിപ്പതി എന്നൊക്കെ പറഞ്ഞില്ല, ആ അമ്മയുടെ അനുഗ്രഹം, ആ ഒരു സംഗതി നമ്മളിലേക്ക് വന്ന് നിറയ്ക്കണം. നമ്മുടെ ലൈഫ് 101% നമ്മുടെ ലൈഫിൽ അന്നത്തെ ദിവസം നമ്മുടെ ലൈഫ് സക്സസ് ആയിരിക്കും. അതൊരു ചെറിയ ടിപ്പാണത്.
നമ്മൾ വീട്ടിൽ നിന്ന് നമ്മുടെ ഭാര്യയും ഭർത്താവും ആണെങ്കിൽ ചിരിച്ച മുഖത്തോടെ സന്തോഷത്തോട് കൂടിയിട്ട് ഭാര്യയോട് പറയുക, ഇത് ഞാൻ പോയിട്ട് വരട്ടെ, നമുക്ക് വൈകുന്നേരം കാണാം, ഓക്കെ ടേക്ക് കെയർ എന്ന് പറയുമ്പോഴത്തേനും ആ ഭാര്യയ്ക്ക് എത്രമാത്രം ഭർത്താവിനോട് ദേഷ്യമുള്ള ഭാര്യയാണെങ്കിലും ആ ഭാര്യയുടെ മനസ്സിൽ ആ ദേഷ്യം അലിഞ്ഞു പോവുകയും അവിടെ സ്നേഹം എന്ന് പറഞ്ഞൊരു വികാരം ഉടലെടുക്കുകയും ചെയ്യും. ഭർത്താവാണെന്നുണ്ടെങ്കിലും ഭാര്യയോട് അങ്ങനെ പറയുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും കുടുംബനാഥൻ എന്നുള്ള സ്ഥിതിക്ക് അയാളുടെ മനസ്സിലേക്ക് അവിടെ യാതൊരു ഒന്നും സംഭവിച്ചില്ല, ഓട്ടോമാറ്റിക്കലി ചില സംഗതികൾ, ഒരു പ്രക്രിയകൾ അവിടെ നടക്കുകയും നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ വരികയും നമ്മുടെ ദിവസം സക്സസ് ആകുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് ബേസിക്കലി നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഫാമിലിയിൽ നമ്മൾ പരസ്പരം നമ്മുടെ പാരൻസിനെ, അച്ഛനെ അമ്മയും, അതാര് തന്നെ ആയിക്കോട്ടെ, എല്ലാവർക്കും അച്ഛനമ്മമാരുണ്ട്. കൊച്ചുകുട്ടികളാണെന്നുണ്ടെങ്കിലും മുതിർന്നവരാണെന്നുണ്ടെങ്കിലും അതിൽ മുതിർന്ന ആളുകളാണെങ്കിലും നമ്മുടെ പേരൻസിനെ ബഹുമാനിക്കുവാനും അവരോട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനും അവരോട് സ്നേഹത്തോടെ സമീപിക്കുവാനും നമുക്ക് സാധിക്കണം. അതിന് നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് ചിലപ്പോൾ സാധിച്ചെന്നിരിക്കത്തില്ല. അതിന് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് എന്താ പറയുക, നമ്മൾ അതിനുവേണ്ടി നമ്മുടെ മനസ്സിനെ പരിചരിക്കാനായിട്ട് തയ്യാറാകുക, നമ്മളതിന് പരിശ്രമിക്കാനായിട്ട് തയ്യാറാകുക, നമ്മുടെ മനസ്സ് നമ്മൾ ട്രാൻസ്പെറൻ്റ് ആക്കി വെക്കുക, നമ്മൾ ക്ഷമയോടുകൂടി നമ്മൾ ബിഹേവ് ചെയ്യുക. ഇത് നമുക്ക് ചിലപ്പോഴൊക്കെ ചില സംഗതികൾ, മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ നമുക്ക് എന്തെങ്കിലും സംഗതി മറ്റുള്ളവരുടെ ഈ ഈഗോയെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും ഓടി വരും. അതങ്ങ് മാറ്റിവെക്കുക. അതങ്ങ് മാറ്റിവെച്ചിട്ട് ഈ ചില വികാരങ്ങൾ, ഈ ഒരു പരസ്പരം എൻ്റെ അമ്മയാണ്, എൻ്റെ അച്ഛനാണ്, എൻ്റെ മക്കളാണ്, എൻ്റെ ഭർത്താവാണ്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയാണ്, എൻ്റെ സഹോദരനാണ്, എൻ്റെ സഹോദരിയാണ്. അപ്പോൾ ആ സംഗതി വരുന്ന ആൾക്ക്, നമ്മൾ കുടുംബത്തെ സ്നേഹിക്കുന്ന ആളുകൾക്ക് എപ്പോഴും മറ്റുള്ള ആളുകളെ എല്ലാം സ്നേഹിക്കാൻ സാധിക്കും. അവർക്ക് ഒരു പരിധി വരെ മറ്റുള്ള രീതിയിലേക്കൊന്നും മാറിപ്പോകാനായിട്ട് സാധിക്കത്തില്ല. ദാറ്റ്സ് വൺ തിങ്. രണ്ടാമത്തേത് കുടുംബ പ്രാർത്ഥന. നമ്മൾ വൈകുന്നേരങ്ങളിൽ ഇപ്പോൾ എത്ര ആളുകളാണ് പ്രാർത്ഥിക്കാറുള്ളത്? പണ്ടൊക്കെ നമ്മുടെ മിക്കവാറും ആൾക്കാർ കുറച്ചുകൂടി നന്മയുള്ള ആളുകളായിരുന്നു, നമുക്ക് സമൃദ്ധമായിരുന്നു എന്ന് പറയാറുണ്ട് കുറേ കാലങ്ങൾക്കൊക്കെ മുൻപ്. എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ കുറച്ചുകൂടെ എന്താ പറയുക, ക്ലീൻ ആക്കുന്ന സംഗതിയാണ് ഈ പ്രാർത്ഥന. അവിടെ ദൈവമുണ്ടോ ദൈവമില്ലയോ, നമുക്ക് ദൈവമുണ്ടെങ്കിൽ അനുഗ്രഹം ചൊരിഞ്ഞ് തരികയോ എന്നുള്ളതല്ല. നമുക്ക് നമ്മുടെ സെൽഫായിട്ടുള്ള നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ പ്രാർത്ഥന എന്നുള്ളത്. ഇന്നത്തെ കാലത്ത് കുടുംബ പ്രാർത്ഥനകൾ ഉള്ള വീടുകൾ വളരെ ചുരുക്കമാണ്. വൈകുന്നേരങ്ങളിൽ എത്ര അച്ഛനമ്മമാരാണ് വീട്ടിൽ, അല്ലെ എത്ര അമ്മമാരാണ് വീട്ടിൽ വൈകുന്നേരം നാമം ജപിക്കുന്നത്? കുരിശ് വരയ്ക്കുന്ന സമയത്ത് എത്ര പേരാണ് ഒരുമിച്ചിരുന്ന് കുരിശ് വരയ്ക്കുന്നത്? പരസ്പരം സ്തുതി കൊടുക്കുന്നത് എത്ര പേരുണ്ട്? അല്ലെങ്കിൽ നമ്മളെ കൃത്യമായിട്ട് 5 നേരവും നിസ്കരിക്കുന്ന ആളുകളെ എത്ര പേരാണ് അതിന് കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കുന്നത്? അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനായിട്ട് കുടുംബ പ്രാർത്ഥനയ്ക്ക്, സന്ധ്യാപ്രാർത്ഥനയ്ക്ക് എത്ര പേരാണ് തൻ്റെ മക്കളെ അതിനുവേണ്ടി പ്രാപ്തരാക്കുന്നത്? മക്കളോട് അങ്ങനെ ഉപദേശിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മളതിന് കേപ്പബിൾ ആയിട്ടുള്ള ആളുകളായിരിക്കണം, നമ്മൾ തയ്യാറായിരിക്കണം. അച്ഛൻ ചിലപ്പോൾ ജോലിക്ക് പോകുന്ന ആളായിരിക്കും, അയാൾക്ക് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് വീട്ടിൽ കാണാൻ സാധിക്കുകയില്ല. ചിലപ്പോൾ മേ ബി പോസിബിലിറ്റീസ് അങ്ങനെയാണെങ്കിൽ ആ അമ്മ അതിന് തയ്യാറാകണം. മക്കളെ ഒരുമിച്ച് വെച്ചിട്ട് 2 മിനിറ്റ് മതി, 2 മിനിറ്റ് ഒരുമിച്ച് വെച്ചിട്ട്, ദൈവമേ നന്ദി, നീ ഞങ്ങൾക്ക് തന്ന എല്ലാ കൃപാവരങ്ങൾക്കും ഞങ്ങൾ നിന്നോട് നന്ദി പ്രകാശിപ്പിക്കുന്നു. ഞങ്ങളുടെ മനസ്സ് സ്നേഹവും സന്തോഷവും സമാധാനവും നിറയുന്നതായിരിക്കാനായിട്ട് അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നുള്ള ഒറ്റ വാക്ക് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് 1 ദിവസമല്ല, 2 ദിവസമല്ല, 10 ദിവസം പറയുമ്പോഴേക്കും നമ്മൾക്ക് നമ്മുടെ ഹൃദയം നിറഞ്ഞ് അത് നമ്മുടെ മറ്റുള്ളവരിലേക്ക് മൊത്തം ടോട്ടലി സ്പ്രെഡ് ആകാനായിട്ട് സാധിക്കും. നമുക്കെല്ലാം ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത്, ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ആഗ്രഹം എന്താണുള്ളത്? നമ്മളെ എല്ലാവരും സ്നേഹിക്കുക, നമ്മളെ എല്ലാവരും പരിഗണിക്കുക. നമ്മളെ മറ്റുള്ളവർ ഈ സ്നേഹം, പരിഗണന, അതിനുവേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഡൈവേർട്ട് ചെയ്ത് പോകുന്നത്. ഇപ്പോഴത്തെ കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ കൗമാരക്കാരായിട്ടുള്ള കുട്ടികൾ ഓരോ സമയത്തും അവർ പല രീതികളിലേക്കാണ് ഡൈവേർട്ട് ചെയ്ത് പോകപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ബേസിക്കായിട്ട് ചില സംഗതികൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയൊന്ന് പോകുന്ന കുട്ടികൾ, ഈ കുടുംബ പ്രാർത്ഥനയുള്ള വീട്ടിലെ കുട്ടികൾ, മാതാപിതാക്കളുടെ കുടുംബം ഒത്തൊരുമയോട് സ്നേഹിച്ച് സൗഹാർദ്ദത്തോട് പോകുന്ന വീട്ടിലെ കുട്ടികൾ ഒരിക്കലും അവർ വഴിപിഴച്ച് പോവുകയില്ലെന്നുള്ള കാര്യം 101% ആണ്. അപ്പോൾ പറയാം, എന്നാൽ എല്ലാ സംഗതികളും ഓക്കെ ആയിരുന്നു, എന്നിട്ട് അവൻ ഓടിപ്പോയില്ലേ, അത് നമുക്ക് പറയാൻ വേണ്ടി നമുക്കൊരു എക്സ്ക്യൂസ് പറയാമെന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പകർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ, അതാദ്യം മക്കളെ നോക്കുക, അല്ലെങ്കിൽ അവർ ചെയ്യട്ടെ ഇവർ ചെയ്യട്ടെ, നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ, ഈ 2-3, 1 പരിശ്രമിക്കുക, 2 നമ്മൾ ക്ഷമയുള്ള ആളുകളായിരിക്കുക, നമ്മൾ പിന്നെ രണ്ടാമത്തെ എന്താണ്, പരിചരിക്കാനായിട്ട് തയ്യാറാകുക. പരിചരണം എന്ന് പറഞ്ഞാൽ എല്ലാ സംഗതി, പരിചരണം എന്ന് പറഞ്ഞാൽ കെയറിങ് ആണ്. അത് നമുക്ക് എല്ലാവരെയും കെയർ ചെയ്യാം, നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ സുഹൃത്തുക്കളെ, നമ്മുടെ ബന്ധുക്കളെ, നമ്മുടെ മുത്തച്ഛനെ, മുത്തശ്ശിയെ. അപ്പോൾ ഈ പരിചരണം എന്നുള്ള സംഗതികൾ, ആ കെയറിങ് എന്നുള്ള സംഗതികൾ നമ്മുടെ ഒരു വലിയൊരു സംഗതിയായി നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഹാർഡ് വർക്ക് അത് നമ്മൾ മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് വെക്കുക. ക്ഷമിക്കാനുള്ള മനോഭാവം നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് വെക്കുക.
ട്രാൻസ്പെറൻസി, നമ്മുടെ സുതാര്യത നമ്മളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് വെക്കുക. നമ്മുടെ ലൈഫിൽ, നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ക്ഷമിക്കുകയും സുതാര്യതയും ഒക്കെ ഉണ്ടെങ്കിൽ, ഓപ്പണപ്പ് ആണെന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിനെ സംശയമില്ല, ഭർത്താവിന് ഭാര്യയെ സംശയമില്ല, മക്കൾക്ക് അമ്മയെ അച്ഛനെ സംശയമില്ല, അല്ലെങ്കിൽ അച്ഛനമ്മമാർക്ക് മക്കളെ സംശയമില്ല. ഇതെല്ലാം നമ്മൾ ഹൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വെക്കുന്നത്. ഇതൊക്കെ ഈ സംഗതികളൊക്കെ മാറ്റി നമ്മൾ ഓപ്പണപ്പ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും സംഗതികൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം നമ്മൾ സക്സസ് ആകും. നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ സക്സസ് ആകും. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും അതിനകത്തൊക്കെ ഒരു ദൈവീകതയെ നമ്മൾ അതിനകത്ത് വന്നു ചേരും. ഭാഗ്യം നമ്മുടെ വഴിയിലേക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ വന്നു ചേരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒപ്പം തന്നെ നമ്മുടെ കുടുംബ പ്രാർത്ഥനയും കുടുംബത്തിൻ്റെ ഒത്തൊരുമയും എല്ലാവരും ഒരുമിച്ച്, എല്ലാവരും ഓരോ മനോഭാവത്തോട് ഒരു നിമിഷമെങ്കിലും പ്രാർത്ഥിക്കാനായിട്ട് ഉറങ്ങുന്നതിന് മുൻപ് ഒരിക്കലെങ്കിലും ദൈവത്തോട് നന്ദി പറഞ്ഞിട്ട്, ദൈവത്തോട് നന്ദി പറഞ്ഞില്ലെങ്കിൽ ചിലർ പറയും, ഇപ്പം ഞാൻ നിരീശ്വരവാദിയാണ്, എനിക്ക് ദൈവത്തെ വിശ്വാസമില്ല എങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത കാര്യം നമ്മളോട് തന്നെ നന്ദി പറയട്ടെ. എൻ്റെ ദിവസം ഇത്രമാത്രം സക്സസ് ആയി തന്നതിന്, എനിക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിച്ചതിന് ഞാൻ എന്നോട് തന്നെ കടപ്പെട്ടിരിക്കും. നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ ഒന്ന് സ്നേഹിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് സമൂഹത്തിലുള്ള സകലതിനെ നമുക്ക് സ്നേഹിക്കാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ ഈ വിഷു ഇന്ന് വിഷുവാണ്. ഈ വിഷു മുതൽ നമുക്ക് അടുത്ത വിഷു വരെ തീർച്ചയായിട്ടും നമ്മളിൽ ചെറിയ മാറ്റങ്ങൾ നമ്മൾ വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തെ നമുക്ക് സുന്ദരമാക്കാൻ സാധിക്കും, നമ്മുടെ സമൂഹത്തെ നമുക്ക് സുന്ദരമാക്കാൻ സാധിക്കും. നമുക്ക് ആഹ്ലാദത്തോടു കൂടി, അഭിമാനത്തോടു കൂടിയിട്ട് ആരുടെ മുമ്പിൽ തലകുനിക്കാണ്ട് നന്നായിട്ട് പ്രശ്നങ്ങളും പ്രതിബദ്ധതകളും ഒക്കെ നമുക്കുണ്ടാകും. പക്ഷെ നമ്മളുടെ ആ പരിശ്രമശീലമുണ്ടല്ലോ, നമുക്ക് വെള്ളവും വളവും പിന്നെ പരിചരണം അതൊന്നുമില്ലെങ്കിൽ നമുക്ക് ആത്മവിശ്വാസം, നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് കയറിപ്പോകാൻ സാധിക്കും. പക്ഷേ അതിന് നമുക്ക് വേണ്ടത് അനുഗ്രഹമായി ആണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് എല്ലാ ആളുകളും അവരവരുടെ മാതാപിതാക്കളെ, അവരവരുടെ കുടുംബത്തെ എല്ലാവരും ഒന്ന് സ്നേഹിച്ച് നോക്കിയേ. കുടുംബം എന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കളാണ് ബേസിക്കലി. അവരെ സ്നേഹിച്ച് കഴിഞ്ഞാൽ, പാരൻസിനെ നമ്മൾ സ്നേഹിച്ച് കഴിഞ്ഞാൽ, അവരോടൊന്നും വിളിക്കാതെ നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തീർച്ചയായിട്ടും സക്സസ് ആകും. നമ്മൾ ഉയരത്തിലേക്കാണ് എത്തുക. നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് പോകാനുള്ള, നമുക്കൊരു ഏതൊരു ബിൽഡിംഗ് ആണെങ്കിലും മുകളിലേക്ക് പോകാനുള്ള നമുക്ക് സ്റ്റെപ്പുകൾ വേണം. അല്ലാണ്ട് നമ്മൾ താഴെ കൈ കെട്ടുന്ന മുകളിലേക്ക് നോക്കിയാൽ നമ്മൾ മുകളിലേക്ക് എത്തപ്പെടുകയില്ല. ഒരു പടരുന്നൊരു ചെടിയെ നിലത്ത് പടർന്നിങ്ങനെ പോവുകയല്ലാണ്ട് അതിനെന്തെങ്കിലും ഒരു കമ്പ് നമ്മൾ കുത്തിക്കൊടുത്താൽ മാത്രമേ അത് മുകളിലേക്ക് കയറി പടർന്ന് മുകളിലേക്ക് പോയിട്ട് നല്ല ഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ. അത് നമുക്ക് ലഭിക്കണമെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സിനെ നമ്മൾ പ്രാപ്തമാക്കണം. ആ പടർന്ന് കയറാനുള്ള കമ്പ്, അല്ലെങ്കിൽ ആ മുകളിലേക്ക് കയറാനുള്ള സ്റ്റെപ്പാണ് നമ്മളുടെ കുടുംബം. അപ്പോൾ ആദ്യം അതിൻ്റെ ആ ഫണ്ടമെൻ്റലായിട്ട് അതിനെ നമ്മൾ തറവാക്കുക, ഉറപ്പിക്കുക. അത് ഓക്കെ ആയി കഴിഞ്ഞാൽ എല്ലാം ശരിയാകും. അത് ഓക്കെ ആയിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ ഫാമിലിയെ നമ്മൾ സ്നേഹിക്കുക, നമ്മുടെ പേരൻസിനെ നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുക. അവരോട് അമ്മേ അല്ലെങ്കിൽ അച്ഛ എന്ന് സ്നേഹത്തോടെ വിളിക്കുക, അവരെ ഒന്ന് പുണരുക. അത് നമുക്ക് ഓട്ടോമാറ്റിക് നമുക്ക് ഒത്തിരി ഈ സംഗതികളൊക്കെ ചിലർക്ക് അത് ചിന്തിക്കാൻ പോലും സാധിക്കത്തില്ല. മാതാപിതാക്കളെ ഒന്ന് കെട്ടിപ്പിടിക്കുക, അല്ല മാതാപിതാക്കൾക്ക് റിമൂ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിചാരിക്കുന്ന ആളുണ്ട്. അങ്ങനെയല്ല, അവരാണ് നമ്മുടെ പ്രത്യക്ഷ ദൈവങ്ങൾ. ഏതൊരു കുടുംബത്തിനും അവരെ അച്ഛനെയും അമ്മയെ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ലോകത്ത് ഒരിക്കലും എങ്ങും അവർക്ക് അപചയം സംഭവിക്കുകയില്ല. ദാറ്റ്സ് ദ റിയൽ ട്രൂത്ത്. അതൊരു എപ്പോഴും മനസ്സിലാക്കി വെക്കുക. എല്ലാവർക്കും നല്ല ഒരു വിഷു ആശംസകൾ. എനിക്ക് ഇത്രയുമാണ് ഇന്നത്തെ വിഷുവിന് എല്ലാവരുമായിട്ട് പങ്കുവെക്കാനുള്ളത്. തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.